നീ എവിടെ ഇപ്പൊ ഉള്ളേ? ഞാൻ ചേർത്തലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്റെ അപ്പൻ ഇരിക്കുന്നോ? എന്താടി കാര്യം പറ. നിനക്ക് എന്താ സംഭവിച്ചേ? നിനക്ക് എന്താ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? ചേർത്തലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നെ വിളിച്ചിട്ട് അപ്പനും വിളിച്ചിട്ട് എനിക്കെന്ത് പ്രശ്നം? എന്താ കേട്ടില്ല. പ്രശ്നമില്ലല്ലേ? എനിക്ക് കുഴപ്പമില്ല. എന്താ കാര്യം പറ മോളെ. നീ എന്റെ ചിറ്റയെ കണ്ടായിരുന്നോ ഈ അടുത്ത സമയത്ത് കാണും? ഇല്ല. ഇന്നത്തെ കാര്യമല്ല ചോദിച്ചേ. ഇന്നലെ കണ്ടിരുന്നു. ശരി, ഇന്നലെ കണ്ടിരുന്നു. എന്നിട്ട് അവിടെ ആ കടയിൽ വന്നപ്പം കണ്ടിരുന്നു. ജസ്റ്റ് അപ്പോഴേ പോവുകയും ചെയ്തു. അതിന് മുന്നേ എന്നാ കണ്ടേ? ഒരു കഴിഞ്ഞ ബുധനാഴ്ച. ഓഹോ, അത് ഇത്ര കറക്റ്റായിട്ട് ഓർത്തിരിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ബുധനാഴ്ച കണ്ടെന്നൊക്കെ. ഇന്നിപ്പോ തിങ്കളാഴ്ച ആയതല്ലേ ഉള്ളൂ. എന്നിട്ട് കണ്ടിട്ട് എന്താ സംഭവിച്ചവിടെ? ഒന്നും സംഭവിച്ചില്ല. എന്ത് സംഭവിക്കാനാ? ഒന്നും നടന്നില്ല. ഇല്ല. ഉണ്ടായില്ല. ഇല്ല. ഉറപ്പ്? ആ, ഷുവറാണോ? ഉറപ്പ്. തെളിവ് തരട്ടെ ഞാൻ? എന്ത് തെളിവ്? അങ്ങനെ നടന്നു എന്നുള്ളതിന്റെ തെളിവ് ഞാൻ തരട്ടെ? അതാ. എന്ത് തെളിവാ? എന്ത് തെളിവാണെന്നുള്ളത് പിന്നത്തെ കാര്യം. ഇതൊക്കെ നിന്നോട് ആരാ വന്ന് പറയുന്നേ? എന്നോട് ആരോ പറഞ്ഞോട്ടെ. അത് നടന്നോ? നടന്നു. നടന്നില്ലേ? അവരെന്റെ ആരാണെന്ന് നിനക്ക് അറിയുമോ? എടി സോറി, നടന്നു. എനിക്ക് സോറി? എന്നോട് നീ എന്തിനാ സോറി പറയുന്നേ? അത് ചെയ്യാൻ നേരം നീ എന്നെ ഓർത്തായിരുന്നോ? ഇത് നിനക്ക് അറിയാവുന്നല്ലേ. ഇത് എന്റെ ആദ്യത്തെ സംഭവം അല്ലല്ലോ. നിന്റെ ആദ്യത്തെ സംഭവം ആയിരിക്കത്തില്ല, അതെനിക്ക് അറിയാലോ. പിന്നെന്താ? എനിക്ക് ഒരുപാട് സംഭവങ്ങൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. അതൊക്കെ നീ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ എന്താ പ്രശ്നം? അതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അതുപോലെയാണോ ഇത്? എന്താ കുഴപ്പം? അതുപോട്ടെ, ആ സ്ത്രീക്ക് എന്തിന്റെ കേടായിരുന്നുണ്ടോ? ഹസ്ബൻഡ് ഗൾഫിലേക്ക് കണ്ടാ മാന്യം. എന്താ വിളിക്കരുത്? നിന്നെ തെറിയല്ല വിളിക്കണ്ടേ. നിന്റെ തെറിയല്ല, നിന്നെ വിളിക്കാൻ എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. സോറി. ഒരു ഉടുപ്പില്ലാതെ വന്നതിനൊരു സോറി പറയുന്നുണ്ട്. ഞാൻ എന്താ ഇത് ഇപ്പൊ ഒരു വലിയ സംഭവം ഒന്നുമില്ല. ഇത് ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവം ഒന്നും അല്ലല്ലോ. ആയിക്കോട്ടെ, ലോകത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല. ഒരാൾക്ക് ഒരാളുടെ ഉണ്ടാവുന്നത് ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമൊന്നും അല്ല എവിടെയും. പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാ കേൾക്കണേ. എന്ത്? ഞാൻ നിന്റെ ആരാ? ബെസ്റ്റി. അതിനപ്പുറം എന്ത് റിലേഷൻ ഉണ്ട് നമ്മൾ തമ്മില്? പ്രണയിച്ചാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ ഈ പ്ലാനൊക്കെ വർക്കൗട്ട് ആവുന്നതിന് മുന്നേ ഇതെല്ലാം തീർത്തു വെക്കാന്ന് കരുതിയോ? ഇനി അത് നമ്മൾ പ്ലാൻ ചെയ്തൊന്നും അല്ലടി. ഞാന് നിന്നോട് പറയാം, അത് ഒരു അബദ്ധവശാൽ അങ്ങ് സംഭവിച്ചു പോയതാ. ഈ അബദ്ധവശാൽ സംഭവിക്കുമ്പോഴും നീ ഒരു സെക്കൻഡെങ്കിലും എന്നെ പറ്റി ചിന്തിച്ചായിരുന്നോ? ഇല്ല. അതെങ്ങനെ ചിന്തിക്കാനാ? അത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് സംഭവിച്ചതൊന്നും അല്ല. നീ അത് ആദ്യം പ്ലാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിലും ആ ഒരു ടൈമില് അത് വേറൊരാളാണ്, ഒരു ഔട്ട്സൈഡർ ആണെങ്കിലും ഓക്കെ, നീ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ നീ അവനെ എങ്ങനെയാ പരിചയപ്പെട്ടെ? ആര് വഴിയാ പരിചയപ്പെട്ടെ? നീ വഴി. ഞാൻ വഴിയാണല്ലേ? ഓക്കെ. അപ്പൊ അവരുമായിട്ട് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോ നീ എന്നെ ഒരു തവണ പോലും ഓർത്തില്ല? നീ വഴി പരിചയപ്പെട്ടു എന്ന് കരുതി എന്ത് പറയാനാ? കുഞ്ഞു, നീ കാണിക്കുന്ന തെമ്മാടിത്തരമാണ് കേട്ടാ. അതെങ്ങനെയാണ് നീ കാണിക്കുന്ന ചെറ്റത്തരം? ഞാൻ അതിൽ എന്ത് ചെയ്തു എന്നാ നീ പറയണേ? നിന്നെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അവരോട് ഞാനത് എങ്ങനെ പോയി ചോദിക്കും? ഇതൊക്കെ ചോദിക്കേണ്ട കാര്യം എന്താ? ചോദിക്കേണ്ട കാര്യമാണല്ലോ ഇത്. എന്തിന്? നീ വേറെ കുറെ പേരുടെ പുറകെ പോയിട്ടുണ്ട്. ഞാൻ അവളുമാരോട് ആരോടും പോയി ചോദിച്ചിട്ടില്ല. അല്ല, അങ്ങനെ ചോദിക്കാനും മാത്രം എന്താ പ്രശ്നം? രണ്ടു പേർ പരസ്പര സമ്മതത്തോടെ ചെയ്യാൻ എന്താ കുഴപ്പം? ഈ കാര്യത്തിൽ കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? നീ വേറെ ആരോടോ ചെയ്തോ, അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ ഇതെന്നെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മള് തമ്മില് ഇപ്പം ഡീപ്പായൊരു സൗഹൃദം ഉണ്ടെന്ന് ചിറ്റയ്ക്ക് അറിയാം. അതിനപ്പുറത്ത് നമ്മൾ തമ്മിൽ പ്രണയിക്കാൻ പോകുന്നു, അങ്ങനെ നമ്മൾ മാത്രം ചർച്ച ചെയ്തിട്ടുള്ള കാര്യം. അത് പ്രണയിക്കണമെന്ന് പോലും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അതൊന്നും അവർക്ക് അറിയില്ലല്ലോ. നാളെ ഒരു സമയത്ത് അങ്ങനെ ഒരു കാര്യം അവർ അറിയുമ്പോഴോ? അത് ശരിയാണ്. അതെന്തുകൊണ്ട് ചിന്തിച്ചില്ല? ആ സമയത്ത് അങ്ങനെ ചിന്തിച്ചില്ല. നാളെ ഒരു സമയത്ത് ഈ ഒരു കാര്യം അവർ അറിയുമ്പോ ഈ ഒരു കാര്യം എന്തായി തീരും? അത് നമുക്ക് എന്തെങ്കിലും ആലോചിക്കാടി, നമുക്ക് എന്തെങ്കിലും വഴി കാണാം. എനിക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് സത്യത്തില്. എന്തിനാ? നിന്നെയും. ഈശ്വരാ, ഞാൻ തിരിച്ചു വരുന്നില്ല ചേർത്തലേന്ന്. അവിടെ റൂം എടുത്തൊക്കെ താമസം. അവിടെ പൊക്കോ. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പുറകെ പൊക്കോ. എടി, അതെന്റെ ഒരു ആൺ സുഹൃത്താണ്. സനീഷ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. ഒരു ബിസിനസ് ആവശ്യത്തിന് പോവാ. ആണായാലും പെണ്ണായാലും അവിടെ ചെല്ലുമ്പോഴേ ഉണ്ടാവുമല്ലോ. എവിടെ ചെന്നാലും ഇല്ലാത്തത്.
എടി ഇത് മനഃപൂർവ്വം സംഭവിച്ചല്ല, നീ പറയണമെന്ന് മനസ്സിലായി. ഞാൻ എത്ര പേരുടെ കഥ കേൾക്കാനുണ്ട്. എടി അവരുടെ ഗൂഗിൾ പേ കംപ്ലൈന്റ് ആയിരുന്നു. അതിന് അപ്പം അതായത് അവരുടെ ഗൂഗിൾ പേയിൽ വരുന്ന പേയ്മെന്റ് കറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ വരുന്നില്ല. ഗൂഗിൾ പേയിൽ പേയ്മെന്റ് വരുന്നുണ്ട്, പക്ഷെ അക്കൗണ്ടിൽ പൈസ വരുന്നില്ല. അപ്പോൾ അതിന് എന്നെ വിളിച്ചിട്ട് ഒരു 2 ദിവസം മുന്നേ വിളിച്ചിരുന്നു. അതിനേക്കാളും ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട് പോയില്ല. 2 ദിവസത്തിന് ശേഷം ബുധനാഴ്ച ബുധനാഴ്ച വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ ആ സമയത്ത് ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞാൻ പോയി നോക്കിയത് സംഭവിച്ച വേറൊന്നുമല്ല. അവർക്ക് ഫെഡറൽ ബാങ്കിലും SBI ബാങ്കിലും അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അവർ പ്രൈമറി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഫെഡറൽ ബാങ്കും, അവർ ബാലൻസ് ചെക്ക് ചെയ്യുന്നത് SBIയുടെ ആണ്. അപ്പം ക്യാഷ് ഫെഡറൽ ബാങ്കിൽ വരുന്നുണ്ട്, പക്ഷെ അവർ ചെക്ക് ചെയ്യുന്നത് SBIയിലാണ്. അങ്ങനെയുള്ളൊരു പ്രശ്നമാണ്. അത് നീ ചെയ്തു, അതൊരു ഹെൽപ്പാണ്, അതില് പ്രോബ്ലം ഇല്ല. പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം എങ്ങനെ സംഭവിച്ചു? അതിനെന്താ കാരണം? അത് എടി ഞാൻ അന്ന് ഒരു 3 മണിക്ക് ഞാനവിടെ ചെന്നു. ഒരു 3 മണിയായപ്പോൾ അവിടെ ചെന്നു. ചേച്ചി അവിടെ ഉണ്ടായിരുന്നു, സംസാരിച്ചു. ഫോൺ അതെനിക്ക് ആദ്യം മനസ്സിലായില്ല, ഇതാണ് പ്രശ്നമെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിശദമായി നോക്കി കുറേ നോക്കി, ഒരു 10-15 മിനിറ്റോളം അവിടെ ഇരുന്നു, സംസാരിച്ചു, എല്ലാം ചെക്ക് ചെയ്ത് വന്നപ്പോഴാണ് പ്രൈമറി ആയിട്ട് ഫെഡറൽ ബാങ്ക് കിടക്കുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ കുറേ സംസാരിച്ചു. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് അവരെനിക്ക് വെള്ളം തരാൻ വേണ്ടിയിട്ട് കിച്ചണിൽ പോയ സമയത്ത് ഞാൻ അവരുടെ യൂട്യൂബ് ഹിസ്റ്ററി വെറുതെ ഒന്ന് നോക്കിയപ്പോൾ അതിനകത്ത് കുറേ ഈ ഇങ്ങനെയുള്ള സ്റ്റോറീസ് ഉണ്ടല്ലോ, നമ്മളെ ഈ കമ്പിക്കഥകൾ പോലുള്ള സ്റ്റോറീസൊക്കെ അവർ കേൾക്കുന്നതായിട്ട് കണ്ടു. അപ്പം ഞാൻ അവർ തിരിച്ചു വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ബാക്ക് അടിച്ചിട്ട് ഞാൻ വീണ്ടും ഗൂഗിൾ പേ തന്നെ നോക്കി. പക്ഷേ അവർക്ക് ഡൗട്ട് അടിച്ചു. അതിനുശേഷം എനിക്ക് മനസ്സിലായി അവർക്കത് ഡൗട്ട് അടിച്ചു എന്നുള്ള കാര്യം. പിന്നെ ഞാൻ അത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു. അങ്ങനെ പതിയെ സംസാരിച്ച് അങ്ങായി. എനിക്ക് മുട്ടി തന്നെയൊന്നുമല്ല, അവർക്ക് ഇച്ചിരി മുട്ടി തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അവരടി വലിഞ്ഞു കയറി വന്നത്, ഞാനൊന്നും അല്ല. അവര് വലിഞ്ഞു കയറി വന്നെന്ന് കരുതിയിട്ട് നീ അത് തീർത്തു കൊടുക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ? തീർത്തു കൊടുത്തൊന്നും അല്ല, പല കുഴപ്പങ്ങളും ഉണ്ടാവും, അതൊക്കെ തീർക്കാൻ നീ ചെല്ലുവോ? ഞാനെല്ലാം ഇതുപോലെ നിന്റെ സംസാരിച്ചിട്ടുള്ളതല്ലേ, ഇത് ആദ്യമായിട്ടല്ലല്ലോ. ഇത് കൂളായിട്ട് എടുക്കുക, മറ്റുള്ളവരെ പോലെ ഇത് എടുക്കുക. അവിടെ അങ്ങ് തീർന്നല്ലോ ഈ പ്രശ്നം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ ചിറ്റ ഓക്കെ എങ്ങനെയുണ്ട് കാണാൻ? പുളിയല്ലേ? ആ ക്ലാപ്പൻ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും പൊളി സാധനം, എനിക്കതേ പറയാനുള്ളൂ. നിന്റെ അത്രയില്ല കേട്ടോ. അയാളെ കിടക്കി കിടന്ന് കഷ്ടപ്പെടുന്നു. ഞാൻ ക്ലാപ്പൻ എന്ന് വിളിച്ച അയാളെ അല്ല, വേറൊരാളെയാണ്. വേറെ ഏതാളെ? നിന്റെ ചിറ്റയ്ക്ക് വേറൊരു അവിഹിതം ഉണ്ടല്ലോ. നീ അനാവശ്യം പറയല്ലേ? സത്യമായിട്ടും ഉണ്ട്. നിന്റെ ചിറ്റ എന്നോട് പറഞ്ഞതാ. അവനുമായിട്ട് ഇപ്പം കഴിഞ്ഞ 1.5 മാസമായിട്ട് ഉടക്കി. എടി ഗിരീഷിനെ നിനക്ക് മനസ്സിലായോ? അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ പണിക്ക് പോകുന്നവനില്ലേ, വയറിങ്ങിനൊക്കെ പോകുന്ന ഗിരീഷ്, മറ്റേ യൂണിക്കോൺ ബൈക്കുള്ള നല്ല താടിയുള്ള ഒരാളില്ലേ, അവനുമായിട്ട് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചിറ്റ എന്നോട് പറഞ്ഞത്. ഒരു 1.5 വർഷത്തിൽ കൂടുതലായിട്ടും ഉണ്ട്. കഴിഞ്ഞ 1.5 മാസമായിട്ട് നിന്റെ ചിറ്റയ്ക്ക് വേറെ എന്തൊക്കെ ബന്ധമുണ്ടെന്ന് വെറുതെ പറഞ്ഞ് വഴക്കുണ്ടാക്കി. ഇപ്പൊ അവൻ ചുമ്മാ അനാവശ്യമായിട്ട് ചിറ്റയായിട്ട് എപ്പോഴും വിളിക്കത്തില്ല. അങ്ങനെ സംസാരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആയിപ്പോയതാടി. ഇല്ല, ഇതിനു മുന്നേ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, എത്രയെന്ന് പറഞ്ഞാലും നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. 46 വയസ്സുണ്ട് അവർക്ക്. കണ്ടാ എത്ര വയസ്സ് തോന്നുന്നു? ഒരു 35-36. അതിൽ കൂടുതൽ തോന്നുമോ? ലുക്കോ നല്ല ലുക്ക്. പിന്നെ കളി കിട്ടുന്ന എങ്ങനെ കളിപ്പിക്കുന്നു? അതാ പറയുന്നത്, നല്ല എനിക്കറിയാം. നീ അത് കേൾക്കാനാ ഇത്രയും വലിയ വഴക്കൊക്കെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആദ്യം അത് പറയാം. എവിടെ പോയാലും നിനക്ക് ഇതാണല്ലോ കേൾക്കേണ്ടത്. എടി ഞാൻ പോട്ടെ, ഒരുപാട് ദൂരം പോകാനുണ്ട്. ഞാൻ തിരിച്ചു വന്നിട്ട് വിശദമായിട്ട് പറയാം, നേരിട്ട് കണ്ടു പറയാം. ഇത് പെണ്ണുങ്ങളെ കാണാനൊന്നുമല്ല, എന്റെ ഫ്രണ്ട് സനീഷ പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, അവനെ കാണാൻ ഒരാഴ്ച ഉണ്ട്. വഴക്കുണ്ടാക്കല്ലേ? ഞാൻ തിരിച്ചു വരുന്നവരെങ്കിലും തിരിച്ചു വന്നതിന് ശേഷം എന്താ വെച്ചാൽ നമുക്ക് നോക്കാം. ചോദിക്കല്ലേ, പാവോടി. അവരത്ര വിഷയക്കാരിയൊന്നും അല്ല അവര്, ആള് പാവമാ. ഓക്കെ, ശരി ഞാൻ വെക്കുവാണേ.